പച്ചക്കറി കൃഷിക്ക് വിത്തിറക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സമയമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള ചെടിച്ചട്ടികളെല്ലാം കളയെല്ലാം കളഞ്ഞ് മണ്ണൊക്കെ ഒരുക്കുന്ന സമയത്ത് ഈ കളകൾ കളയുന്നതിൻ്റെ ഒപ്പം കൂടുതലായിട്ട് അതിലുണ്ടായിരുന്നത് മെഡിസിനൽ പ്ലാന്റ്സ് തന്നെയായിരുന്നു. അതിൽ ചെറുപുള, കീഴാനെല്ലി, കല്ലുരുക്കി, തൊട്ടാവാടി, അങ്ങനെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരെന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മരുന്നാണ്. പലതര രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ള മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരുന്ന കർക്കിടക മാസത്തിൽ ഇതിലെ പല സസ്യങ്ങളും നമ്മൾ ഔഷധക്കഞ്ഞിയിൽ ചേർക്കാറുണ്ട്. ആ ഓരോ ഔഷധങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരം ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതെല്ലാം ഒന്ന് കാണണേ. ഈ ഒരു മഴക്കാലത്ത് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള സസ്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സമയമാകുമ്പോൾ ഇത് തനിയെ മുളച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൃത്യമായ അളവിലും ഒരു വിദഗ്ധൻ്റെ നിർദ്ദേശത്തോടെ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു പരിധിയിൽ കൂടുതലും ഇതൊരു അളവിൽ കൂടുതലും നമുക്ക് കഴിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ താങ്ക് യു, ബൈ.